ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും സ്നേഹത്തിന്റെ ഫാമിലിയുടെ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം സത്യവചനത്തെ എത്തിക്കുവാൻ വിശ്വസനീയനായി ഇന്ന് രാത്രിയിൽ സർവകൃപാലുവായ ദൈവം എന്നെ ഈ കുടുംബത്തിൽ നിർത്തിയിരിക്കുന്നതോർത്ത് കർത്താവിന്റെ സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി കർത്തൃപാദമെടുത്തെങ്കിൽ ആമേൻ, നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ദൈവശബ്ദം കേൾക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ കാതോർക്കുന്നുണ്ട്? ആമേൻ. മിണ്ടാതിരുന്നാൽ ആരോ നശിക്കും. ഹല്ലേലൂയ. അതേ ശബ്ദമുയർത്തൽ ആമേൻ, അതേ ജീവൻ രക്ഷിക്കും. ആമേൻ. കാണുന്ന സത്യം മറക്കരുതേ, കാവൽക്കാരാ നീ ഉറങ്ങരുതേ. ആമേൻ. അപകടം അടുത്തു വന്നതറിയാം, പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്തിന് നീ മിണ്ടാതിരിക്കാം? പ്രൈസ് ദി ലോർഡ്. ദൈവം വിളിക്കുന്നു, കേൾക്കൂ. ആമേൻ. എന്റെ ശബ്ദം ഹല്ലേലൂയ കാതോർക്കൂ. ആമേൻ. നിൽക്കൂ. ആമേൻ. നീ തന്നെ ഹല്ലേലൂയ. അതേ കൃപയുടെ ശക്തി ആമേൻ ധൈര്യം നൽകുവാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ സ്നേഹം ആമേൻ ഒരു തലമുറ എഴുന്നേൽക്കുവാനിടയാണ്. ഇന്ന് രാത്രി തീരുമാനമെടുക്കൂ. ഹല്ലേലൂയ. അതേ സത്യത്തിനായി നിൽക്കൂ. ആമേൻ. ദൈവം തന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ലോകം മാറും, അതേ എന്നിലൂടെ, നിങ്ങളിലൂടെ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. ആമേൻ. ശബ്ദമുയർത്താൽ ജീവൻ രക്ഷിക്കും. കാണുന്ന സത്യം മറക്കരുതേ, കാവൽക്കാരാ നീ ഉറങ്ങരുതേ. അപകടം അടുത്തു വരുന്നതറിയാം, പക്ഷേ എന്തിനീ മിണ്ടാതിരിക്കാം? ദൈവം വിളിക്കുന്നു, കേൾക്കൂ ഇന്നേ. എന്റെ ശബ്ദമായി നിൽക്കൂ നീ തന്നെ. ഭയം തകർക്കും കൃപയുടെ ശക്തി, ധൈര്യം നൽകും ആത്മാവിൻ സ്നേഹം. ഒരു ശബ്ദം തലമുറ ഉണർത്തും, ഒരു വിളി ജീവിതം മാറ്റും. ഇന്നു തീരുമാനമെടുക്കൂ നീ, സത്യത്തിനായി നിൽക്കൂ നീ. ദൈവം നിന്നെ ഉപയോഗിക്കും, ലോകം മാറും നിന്നിലൂടെ. ഇന്നു തീരുമാനമെടുക്കൂ നീ, സത്യത്തിനായി നിൽക്കൂ നീ. ദൈവം നിന്നെ ഉപയോഗിക്കും, ലോകം മാറും നിന്നിലൂടെ. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു ആമേൻ എന്നിലൂടെ ആ മാറ്റം സംഭവിക്കണം? എത്ര പേർ ആഗ്രഹിക്കുന്നു ആമേൻ അതേ ദേശത്തിന്റെ കാവൽക്കാരനാക്കി ദൈവം എന്നെ തീർക്കണമേ? ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ രാത്രി നമുക്ക് ഒരുമിച്ച് കുർബാനയിലായിരിക്കാം. പ്രിയ ദൈവജനമേ,
ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഒരു സാധാരണ സന്ദേശമല്ല. ആമേൻ. ഇത് നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്ന ഒരു വിളിയാണ്. ഹല്ലേലൂയ. ഇതൊരു ജാഗ്രതയുടെ വിളിയാണ്. ഇത് ഒരു ഉത്തരവാദിത്തത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഹല്ലേലൂയ. വരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിശ്ചയനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് രാത്രി ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ദൈവവചനം പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം അതിന്റെ 6 വാക്യം ആമേൻ വായിക്കാം. 33 അധ്യായം അതിന്റെ 6 വാക്യം. പ്രവാചകന്റെ പുസ്തകം 33:6. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഇതൊക്കെ ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവിടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളയുന്നു. എങ്കിൽ ഇവൻ തന്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടുപോയി. എങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. വാൾ വരുന്നത് കണ്ടിട്ടും കാഹളം ഊതാതിരുന്നാൽ. ഹല്ലേലൂയ. ആമേൻ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33:6 ആമേൻ. ഈ വചനം നമ്മെ ഒരു വലിയ സത്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ദൈവം മനുഷ്യരെ ആമേൻ വെറും രക്ഷിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ആമേൻ. അവൻ മനുഷ്യരെ ഉത്തരവാദിത്വമുള്ളവരാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആഴത്തിൽ ആമേൻ ഈ തിരുവചന സത്യങ്ങളെ ആമേൻ നാം നോക്കുമ്പോൾ ആമേൻ വാൾ എന്നത് ആമേൻ നാശം, വിധി, ആത്മീയ അപകടം ആമേൻ ഇതൊക്കെയാണ് നമുക്ക് അതേ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. അതേ കാവൽക്കാരൻ ആമേൻ ദൈവം നിർത്തിയ വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. കാഹളം മുന്നറിയിപ്പാണ്. ആമേൻ സത്യത്തിന്റെ ശബ്ദം. അതിനാൽ ദൈവം പറയുന്നത് നീ അപകടം കാണുമ്പോൾ നീ മിണ്ടാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപകടം കാണുമ്പോൾ നീ മിണ്ടാതിരിക്കരുത്. ആമേൻ. അതുകൊണ്ടാണ് പ്രവാചകനായ എസ്കേലിന്റെ ആമേൻ പുസ്തകം 33 അധ്യായം അതിന്റെ 7 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. അതുപോലെ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. എന്റെ നാമത്തിൽ അവരെ ഓർമ്മിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ കാവൽക്കാരനാക്കി. ആമേൻ. ഇത് പ്രവാചകനോട് മാത്രം പറഞ്ഞ വാക്കല്ല. ആമേൻ. ഇത് ഇന്നത്തെ വിശ്വാസികൾക്കും പ്രത്യേകിച്ച് ദൈവം വിളിച്ചിരിക്കുന്നവർക്കും ഹല്ലേലൂയ അതേ ഇത് ബാധകമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതെങ്ങനെ ആമേൻ നമുക്ക് കാണാൻ സാധിക്കും? പാപം ഇപ്പോൾ അതേ മറച്ചു വെക്കുന്നില്ല. ആമേൻ തുറന്നു പറയുന്നു. ആമേൻ തെറ്റുകൾ നോർമലായി അവതരിപ്പിക്കുന്നു. സത്യം പറയുന്നവരെ വിമർശിക്കുന്നു. ഹല്ലേലൂയ. അതേ സോഷ്യൽ മീഡിയയിൽ ആമേൻ തെറ്റായ ആമേൻ ശൈലി ആമേൻ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ ദൈവഭയം ഇല്ലാതാക്കുന്നു. ആമേൻ സത്യത്തെ സോഫ്റ്റ് ആക്കുന്നു. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിൽ ദൈവം നമ്മോട് ചോദിക്കുന്നു, നീ കാണുന്നില്ലേ? ആമേൻ ഇത് നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? ആമേൻ. ഇന്ന് സമകാലിക സംഭവങ്ങളെ നാം വിലയിരുത്തി നോക്കിയാൽ നമുക്കത് കാണുവാൻ കഴിയും. ഏറ്റവും വലിയ പ്രശ്നം ആമേൻ അപകടം വരുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. മുന്നറിയിപ്പ് നൽകേണ്ടവർ മിണ്ടാതിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതെ ചിലർ ആമേൻ സത്യം അറിയുന്നു, പക്ഷേ പറയാൻ ഭയപ്പെടുന്നു. ആമേൻ. ചിലർ ആളുകളുടെ അംഗീകാരം തേടുന്നു, ദൈവത്തിന്റെ അംഗീകാരം
ജനം മറക്കുന്നു. എന്നാൽ ഇന്ന് ദൈവം ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മിണ്ടാതിരിക്കാത്ത തലമുറ, ആമേൻ, സത്യം പറയുന്ന തലമുറ, അതേ കാഹളം ഊതുന്ന തലമുറ. കാരണം ഒരു കാവൽക്കാരന്റെ ശബ്ദം, ആമേൻ, ഒരു കുടുംബത്തെ രക്ഷിക്കാം. Praise the Lord. ഒരു മുന്നറിയിപ്പ് ഒരു ജീവിതത്തെ അതേ മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാനിടയാകും. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ശബ്ദം അതേ വ്യക്തമാണ്. എത്ര പേർക്ക് അത് കാതോർക്കുവാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് അത്, ആമേൻ, ശ്രവിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. നീ കാണുന്നുവെങ്കിൽ പറയണം, നീ കേൾക്കുന്നുവെങ്കിൽ അറിയിക്കണം. ഈ തലമുറയെ അന്ധതയിൽ നിന്ന്, ആമേൻ, ഉണർത്താൻ. ഹല്ലേലൂയ. അതേ നാശത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ, ആമേൻ, ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, എത്ര പേർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും? പ്രിയ ദൈവജനമേ, എസ്കേൽ, ആമേൻ, 33-ാം അധ്യായത്തിൽ ദൈവം ഒരു ഗൗരവമുള്ള ദൗത്യം ഏൽപ്പിക്കുന്നു. ആമേൻ. എന്തായിരുന്നു ആ ദൗത്യം? ഞാൻ നിന്നെ കാവൽക്കാരനാക്കി. ആമേൻ. ഇന്ത്യക്ക് കാവൽ നിൽക്കുന്ന കാവൽ ഭടന്മാരുണ്ട്. ഹല്ലേലൂയ. ഓരോ രാജ്യത്തിനും അതേ ആമേൻ, കാവൽക്കാരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കാഹളം ഊതാതിരുന്ന, ആമേൻ, അവന്റെ രക്തം കാവൽക്കാരന്റെ കയ്യിൽ നിന്ന് ചോദിക്കും. ആമേൻ. അതല്ലേ എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇത് കേൾക്കുമ്പോൾ അതേ നമുക്ക് മനസ്സിലാകണം, ഇതൊരു സാധാരണ ഉത്തരവാദിത്തമല്ല. Praise the Lord. ഹല്ലേലൂയ. ഇത് ജീവനും മരണവും സംബന്ധിച്ച ദൗത്യമാണ്. Praise the Lord. ഹല്ലേലൂയ. നാമായിരിക്കുന്ന ലോകത്ത്, ആമേൻ, മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ നിത്യജീവന് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ടവർ അതേ സത്യം അറിയാതെ മൃത്യുവിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ദേശത്തിന്റെ കാവൽക്കാരാ, നീ ഉണരേണ്ട സമയമാ. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. നാം ഈ വചനത്തിന്റെ ആഴം ശ്രദ്ധിക്കുമ്പോൾ, ആഴം നോക്കുമ്പോൾ, കാവൽക്കാരന്റെ ജോലി എന്താണ്? Praise the Lord. അവൻ ജാഗരൂകനായിരിക്കണം. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. അപകടം തിരിച്ചറിയണം. ആമേൻ. മിണ്ടാതെ ഇരിക്കരുത്. കാഹളമൂതി മുന്നറിയിപ്പ് നൽകണം. Praise the Lord. അവൻ മുന്നറിയിപ്പ് നൽകിയാൽ, ആമേൻ, ജനങ്ങൾ കേൾക്കാതിരുന്നാൽ, ഹല്ലേലൂയ, അവരുടെ ഉത്തരവാദിത്വം, ആമേൻ, അവർക്കാണ്. ഹല്ലേലൂയ. പക്ഷേ അവൻ മിണ്ടാതിരുന്നാൽ ദൈവം ചോദിക്കുന്നത് അവനോട് തന്നെയാണ്. ആമേൻ. അതുകൊണ്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഒരു നിഷ്കൃത അല്ല. ആമേൻ. 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 അതൊരു ഉത്തരവാദിത്വ ലംഘനമാണ്. Praise the Lord. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ, ആമേൻ, നാം തയ്യാറാകണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 6-ാം വാക്യം. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. കണ്ടോ, ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. ആമേൻ. ദൈവം പഴയ നിയമകാലത്ത് മാത്രമല്ല ഇന്നും കാവൽക്കാരെ ഉയർത്തുന്നു. ആമേൻ. ഇന്ന് ആ കാവൽക്കാരൻ ആരാണ്? Praise the Lord. ഹല്ലേലൂയ. ആമേൻ. അതേ, ആ കാവൽക്കാരൻ ആരാണ്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ആ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ എത്ര പേര് ആ കാവൽക്കാരനാകുവാൻ ആഗ്രഹിക്കും? ഹല്ലേലൂയ. വചനമറിയുന്നവർ, ഹല്ലേലൂയ, സത്യം തിരിച്ചറിഞ്ഞവർ, ആമേൻ, ദൈവം സ്പർശിച്ചവർ. ആമേൻ. ഈ കാലഘട്ടത്തിൽ പാപം തുറന്ന് പറയപ്പെടുന്നു. ആമേൻ. അനീതി സാധാരണമാകുന്നു. ആമേൻ. തെറ്റുകൾ ശരിയായി അവതരിപ്പിക്കുന്നു. എന്നാൽ ദൈവം ഒരു തലമുറയെ, ആമേൻ, ഈ കാലഘട്ടത്തിൽ ഉയർത്തുന്നു. ആമേൻ. ആ തലമുറയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? സത്യം മറയ്ക്കാത്തവർ, ആളുകളെ ഭയപ്പെടാത്തവർ, ദൈവത്തെ മാത്രം ഭയപ്പെടുന്നവർ. ഒരു കാര്യം ഓർക്കുക, ദൈവം നമ്മെ വിളിച്ചത് ശാന്തമായിരിക്കുവാനല്ല. Praise the Lord. ശക്തമാകാനാണ്. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. ഇരുളിൽ വെളിച്ചമാകുവാനാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ വിളി, ആമേൻ, നീ കാണുന്നുവെങ്കിൽ അതേ
മിണ്ടാതിരിക്കരുത്. ആമേൻ. മിണ്ടണം. ആമേൻ. ശബ്ദിക്കണം. ആമേൻ. നീ അറിയുന്നുവെങ്കിൽ നീ പറയണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു കാവൽക്കാരന്റെ ശബ്ദം ഒരു തലമുറയെ രക്ഷിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇന്നും കാവൽക്കാരനെ അന്വേഷിക്കുന്നു. ആമേൻ. ആ കാവൽക്കാരൻ നീയാകുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കാവൽക്കാരൻ നീയാകുമോ? പ്രിയരേ, നാം ഇന്ന് ജീവിക്കുന്ന കാലം വളരെ ഗൗരവമുള്ള ഒരു കാലഘട്ടമാണ്. ആമേൻ. വളരെ ഗൗരവമുള്ള ഒരു ആത്മീയ അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ചുറ്റും നോക്കുമ്പോൾ വളരെ വ്യക്തമായി കാണാം. ആമേൻ. എന്താ കാണുന്നത്? പാപം വർദ്ധിക്കുന്നു, മ്ലേച്ഛത വർദ്ധിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അധർമ്മം ആമേൻ പെരുകുന്നു. ജനം അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാൽ അനീതി സാധാരണമാകുന്നു. ആത്മീയ അന്ധത വ്യാപിക്കുന്നു. ആമേൻ. ഇത് വെറും വാർത്തകളിൽ മാത്രമല്ല, ആമേൻ, കുടുംബങ്ങളിലേക്ക് വളരെ അതേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കടന്നിരിക്കുന്നു. ഒരിക്കൽ പ്രാർത്ഥനയുണ്ടായിരുന്ന വീടുകള് ഇന്ന് നിശബ്ദതയാണ്. ഹല്ലേലൂയ. അതേ വചന വായന ഉണ്ടായിരുന്ന ഇടങ്ങളിൽ ഇന്ന് തിരക്കുകളും തിരശ്ചീന കാര്യങ്ങളുമാണ്. ഹല്ലേലൂയ. സഭകളിലും ആമേൻ അതേ ഗൗരവമായി പറയേണ്ട സന്ദേശങ്ങൾ മൃദുവാക്കി സോഫ്റ്റാക്കി ആമേൻ ഹല്ലേലൂയ പറയുന്നു. മുന്നറിയിപ്പുകൾ കുറയുന്നു. ഹല്ലേലൂയ. സത്യം ആമേൻ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. ആമേൻ ഹല്ലേലൂയ. അന്യായം വർദ്ധിച്ചതുകൊണ്ട് സ്നേഹം തണുക്കും. ആമേൻ. ദൈവവചനം അപ്രകാരം അതേ പറയുന്നു. ആമേൻ. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ഹല്ലേലൂയ. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ വചനം ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. മനുഷ്യർ സ്നേഹിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നു. ആമേൻ. ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ഇടയിൽ സ്നേഹം ആമേൻ വർദ്ധിക്കുന്നതിന് പകരം കുറയുകയാണ്. ഹല്ലേലൂയ. മനുഷ്യർ സ്നേഹിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നു. ആത്മീയ ആവേശം കുറഞ്ഞു പോകുന്നു. ആമേൻ. അത് ദൈവ ബന്ധം ശീതളമാകുന്നു. ആമേൻ. ഇന്നത്തെ വലിയ പ്രശ്നം എന്താണ് പ്രിയരെ? കാണുന്നവരുണ്ട്, മനസ്സിലാക്കുന്നവരുണ്ട്, പക്ഷേ പറയുന്നവർ കുറവാണ്. ചിലർ സത്യം പറയുന്നു, പക്ഷേ അവർ ചിന്തിക്കുന്നു, ഞാൻ പറഞ്ഞാൽ എന്താകും, ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കും, ആര് അംഗീകരിക്കും, ആളുകൾ എങ്ങനെ പ്രതികരിക്കും. ഹല്ലേലൂയ. ചിലർ മിണ്ടാതിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ അതേ ശാന്തി നിലനിർത്താനാണ് ആമേൻ കരുതുന്നു. പക്ഷേ സത്യത്തിൽ അത് ശാന്തിയല്ല, അത് അപകടമാണ്. കാരണം സത്യം പറയുന്നിടത്ത് കള്ളം ശാന്തമാകും. ആമേൻ. മുന്നറിയിപ്പ് ഇല്ലാത്തടുത്ത് ആമേൻ നാശം വേഗത്തിലാകും. അതുകൊണ്ട് ഇന്ന് ദൈവം വ്യക്തമായി പറയുന്നത് ആമേൻ ശ്രദ്ധിക്കുക, നീ മിണ്ടാതിരിക്കരുത്, നീ കാഹളമൂതണം. നിന്റെ ശബ്ദം ഒരു കുടുംബത്തെ രക്ഷിക്കുവാനിടയാകും. ആമേൻ. നിന്റെ ധൈര്യം ഒരു ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ആമേൻ ഇടയാകും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവം അന്വേഷിക്കുന്നത് നിശബ്ദരായ വിശ്വാസികളെ അല്ല, ആമേൻ, ശബ്ദമുള്ള കാവൽക്കാരെയാണ്. അതുകൊണ്ട് നീ കാണുന്നുവെങ്കിൽ പറയണം. ആമേൻ. നീ മനസ്സിലാക്കുന്നുവെങ്കിൽ മുന്നറിയിപ്പ് നൽകണം. കാരണം നിന്റെ മിണ്ടാതിരിപ്പ് ഒരാളുടെ നാശത്തിന് കാരണമാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ നിന്റെ ശബ്ദം ഒരാളുടെ രക്ഷയ്ക്ക് കാരണമാകാം. പ്രൈസ് ദി ലോർഡ്. കാരണമാകും പ്രിയരെ. ഹല്ലേലൂയ. ഇപ്പോൾ ആമേൻ ഞാൻ ആത്മാവിൽ വളരെ വ്യക്തമായി ഒരവസ്ഥ കാണുന്നു. ഇവിടെ ചിലരുണ്ട്, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ പലവട്ടം ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ കാവൽക്കാരനാണ്. ഹല്ലേലൂയ. നീ കാവൽക്കാരിയാണ്. ഹല്ലേലൂയ. പക്ഷേ നീ മിണ്ടാതായി, നീ പിന്നോട്ട് പോയി, നീ ഭയപ്പെട്ടു. ആമേൻ. എനിക്ക് കഴിയുമോ? ഹല്ലേലൂയ. ആളുകൾ എങ്ങനെ പ്രതികരിക്കും? ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ ശബ്ദം ആമേൻ വളരെ ശക്തമായി ജീവിതങ്ങളോട് ഇടപെടുകയാണ്. ഇത് മിണ്ടാതിരിക്കുവാനുള്ള സമയമല്ല. ആമേൻ. ഇത് കാഹളമൂതുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. ഹല്ലേലൂയ. ഇപ്രകാരം പ്രവാചകനിലൂടെ ദൈവം ഇടപെട്ടു. വായിച്ചാൽ
യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. സിയോനിൽ കാഹളം ഊതുവീൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ട് അത് അടുത്തിരിക്കുന്നത് കൊണ്ട് ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. കാഹളം ഊതുവാനുള്ള സമയമാണ്. സിയോനിൽ കാഹളം ഊതുവീൻ. ഇതൊരു നിർദ്ദേശം മാത്രമല്ല, ഇതൊരു അടിയന്തര വിളിയാണ്. ഇതൊരു അടിയന്തര ശബ്ദമാണ്. കാരണം സമയം കടന്നു പോകുന്നു, അവസരങ്ങൾ കുറയുന്നു, പലരും നാശത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ ഈ വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇപ്പോൾ ആത്മാവിൽ ഒരു മാറ്റം നടക്കുന്നു, ആത്മീയ മന്ദത തകരുന്നു, ഭയം ഉരുകിപ്പോകുന്നു, ധൈര്യം ഉള്ളിൽ ആമേൻ ഉയരുന്നു. ആമേൻ. എത്ര പേർ ആത്മാവിൽ കാണുന്നു? എത്ര പേർക്ക് ആമേൻ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? നിശബ്ദരായിരുന്നവർ സംസാരിക്കുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. ഭയപ്പെട്ടിരുന്നവർ ധൈര്യത്തോടെ നിൽക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇന്നു മുതൽ നീ പഴയ പോലെ ഇരിക്കുകയില്ല. ആമേൻ. അതെ, നീ നിശബ്ദനാകില്ല. ദൈവം നിന്റെ വായ് തുറക്കും, നിന്റെ ശബ്ദം ഉപയോഗിക്കും. ആമേൻ. നീ മുന്നറിയിപ്പ് നൽകും. ആമേൻ. നീ സത്യം സംസാരിക്കും. നീ ദൈവത്തിന്റെ ശബ്ദമാകും. ദൈവം നിന്നെ ഉപയോഗിക്കും. നിന്റെ കുടുംബത്തിൽ, നിന്റെ സഭയിൽ, അതെ നിന്റെ സമൂഹത്തിൽ. ഓർക്കുക, ദൈവം ആമേൻ പെർഫെക്റ്റായ ആളുകളെ അന്വേഷിക്കുന്നില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവൈലബിലിറ്റി ഉള്ളവരെയാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കൂ. കർത്താവേ, ഞാൻ മിണ്ടാതിരിക്കില്ല. ആമേൻ. നീ പറഞ്ഞാൽ ഞാൻ പറയും. കാരണം ഒരു ശബ്ദം ഉയർന്നാൽ ഒരു തലമുറ ഉണരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാവൽക്കാരൻ നിൽക്കുമ്പോൾ പലരും രക്ഷപ്പെടും. ആമേൻ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കും? ആമേൻ. ആ കാവൽക്കാരനാക്കി എന്നെ മാറ്റണമേ. ആമേൻ. ദേശത്തോട് പാപത്തെ ആമേൻ അതെ വിളിച്ചു പറയുവാൻ, നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവേ എന്നെ ഇതാ സമർപ്പിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ട. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഇന്ന് അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചതിനായി നന്ദി. ഞങ്ങളെ ഉണർത്തി, ഞങ്ങളെ ആമേൻ പരിശോധിച്ച്, ആമേൻ കർത്താവേ ഞങ്ങൾ മിണ്ടാതിരുന്നെടുത്ത്, ആമേൻ സത്യം പറയേണ്ട സമയത്ത് പിന്നോട്ട് പോയെടുത്ത്, ആമേൻ ഹല്ലേലൂയ മനുഷ്യരെ ഭയപ്പെട്ടെടുത്ത് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. പ്രവാചകന്റെ പുസ്തകം 33:7 ഞാൻ നിന്നെ കാവൽക്കാരനാക്കി. കർത്താവേ, നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. പക്ഷെ പലപ്പോഴും ഞങ്ങൾ അതിന് യോഗ്യരായി ജീവിച്ചില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ തിരിഞ്ഞു വരുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ധൈര്യം തരണമേ. സത്യം പറയാനുള്ള ആത്മാവിന്റെ ശക്തി തരണമേ. ഇപ്പോ ഭയം നീങ്ങട്ടെ, ആത്മാവിന്റെ നിറവ് വരട്ടെ, ധൈര്യം ഉള്ളിൽ ഉയരട്ടെ, നിശബ്ദത മാറട്ടെ, ശബ്ദം ഉയരട്ടെ, കാവൽക്കാരൻ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാവൽക്കാരനായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ, സത്യം പറയാൻ തയ്യാറുള്ളവർ, ദൈവത്തിന്റെ ശബ്ദമാകുവാൻ തയ്യാറുള്ളവർ, അങ്ങനെയുള്ളവരുടെ ഹൃദയം ഇപ്പോൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കും. ആമേൻ. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിച്ചെടുത്ത പുത്തൻ പ്രത്യാശ ആമേൻ ക്രിസ്തു ആമേൻ തന്റെ മക്കൾക്ക് നൽകുവാനിടയായി. ഇല്ല, അവസാനിച്ചിട്ടില്ല, ആരംഭിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതേ പുതിയ തുടക്കം. കല്ലറയെ തുറന്ന് മരണത്തെയും പാതാളത്തെയും അതിജീവിച്ച 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവേ, എന്നോട് ചേർന്ന് പ്രകാരം പ്രാർത്ഥിക്കൂ. ഞാൻ ഇനി മിണ്ടാതിരിക്കില്ല. അവിടുന്ന് പറഞ്ഞാൽ ഞാൻ പറയും. എന്നെ ഉപയോഗിക്കണമേ. അവിടുത്തെ ശബ്ദമാക്കി എന്നെ ഉയർത്തണമേ. ഭയമില്ലാതെ സത്യം സംസാരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളായ എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ഈ കാലഘട്ടങ്ങളിൽ പാപത്തിനെതിരെ ശബ്ദമുയർത്തുന്ന, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആമേൻ ജീവിതങ്ങളാക്കി ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ.
നാഥനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും ശക്തീകരിക്കണമേ. ആമേൻ, ആമേൻ. ദൈവം ഒരു പുതിയ ധൈര്യം നിനക്ക് നൽകുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കൂടപ്പറപ്പേ, ആമേൻ. ഇന്നലെ വരെ നീ ഭയപ്പെട്ടിരുന്നിടത്ത്, ഇന്നലെ വരെ ഒതുങ്ങിയിരുന്നിടത്ത് പുതുശക്തിയോടെ ധൈര്യത്തോടെ പറയേണ്ടത് പോലെ ആരുടെ മുഖത്ത് നോക്കി പറയുവാനുള്ള ഒരു ധൈര്യം ഇന്ന് രാത്രി സ്വർഗം ചിലരുടെ മേൽ, ആമേൻ, സമർപ്പിക്കപ്പെടുന്നവരുടെ മേൽ അതേ വെളിപ്പെടുത്തുന്നു. നീ നിശബ്ദനായിരിക്കില്ല, നീ കാവൽക്കാരനായി നിൽക്കും. ഒരു ശബ്ദമുയരുമ്പോൾ ഒരു തലമുറ ഉണരും. ഇന്ന് രാത്രി ചിലരോട് ഞാൻ പ്രവചനാത്മാവിൽ പറയുന്നു, ദൈവം നിന്നെ ഉപയോഗിക്കും. ഇത് നിന്റെ സമയമാണ്. God bless you. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹപീഠം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദേശത്തിന്റെ കാവൽ ഭടന്മാരായി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ പങ്കാളികളാകാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുന്നവരെ അവിടെ ഇടങ്ങളിലായി ദൈവമായ കർത്താവ് എല്ലാവരെയും പരിപാലിക്കട്ടെ, സൂക്ഷിക്കട്ടെ. See you again. മിണ്ടാതിരുന്നാലാരോ നശിക്കും, ശബ്ദമുയർത്താൽ ജീവൻ രക്ഷിക്കും. കാണുന്ന സത്യം മറക്കരുതേ, കാവൽക്കാരാ നീ ഉറങ്ങരുതേ. അപകടമടുത്തു വരുന്നതറിയാം, പക്ഷേ എന്തിന്നീ മിണ്ടാതിരിക്കാം. ദൈവം വിളിക്കുന്നു, കേൾക്കൂ ഇന്നേ. എന്റെ ശാശ്വതമായി നിൽക്കൂ നീ തന്നെ. ഭയം തകർക്കും കൃപയുടെ ശക്തി, ധൈര്യം നൽകും ആത്മാവിൻ സ്നേഹം. ഒരു ശബ്ദം തലമുറ ഉണർത്തും, ഒരു വിളി ജീവിതം മാറ്റും. ഇന്നു തീരുമാനമെടുക്കൂ നീ, സത്യത്തിനായി നിൽക്കൂ നീ. ദൈവം നിന്നെ ഉപയോഗിക്കും, ലോകം മാറും നിന്നിലൂടെ. മിണ്ടാതിരുന്നാലാരോ നശിക്കും, ശബ്ദമുയർത്താൽ ജീവൻ രക്ഷിക്കും. കാണുന്ന സത്യം മറക്കരുതേ, കാവൽക്കാരാ നീ ഉറങ്ങരുതേ. അപകടമടുത്തു വരുന്നതറിയാം, പക്ഷേ എന്തിന്നീ മിണ്ടാതിരിക്കാം. ദൈവം വിളിക്കുന്നു, കേൾക്കൂ ഇന്നേ. എന്റെ ശബ്ദമായി നീ തന്നെ. ഭയം തകർക്കും കൃപയുടെ ശക്തി, ധൈര്യം നൽകും ആത്മാവിൻ സ്നേഹം. ഒരു ശബ്ദം തലമുറ ഉണർത്തും, ഒരു വിളി